അസ്സലാമു അലൈക്കും. ഷമീബാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ കാഴ്ചകൾ തുടരുന്നു. എൻ്റെ ഇന്നത്തെ റമദാൻ കാഴ്ചകൾ ചില ഇഫ്താർ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബാർബിക്യൂവിന് പേരുകെട്ട ദേറയിലെ അബ്സല്യൂട്ട് ബാർബിക്യൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളാണ് ആദ്യം. ഇവർക്ക് ദുബായിൽ 2 ബ്രാഞ്ചുകളാണ് ഉള്ളത്. രണ്ടാമത്തേത് ഷെയ്ഖ് സായിദ് റോഡിലുമാണ്. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. റമദാൻ ആയതുകൊണ്ട് ബുക്കിംഗ് ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ സ്ലോട്ട് രാത്രി 9:30 മുതൽ 12 മണി വരെ ആയിരുന്നു. അതിനിടയിൽ അവിടെയുള്ള എന്തും എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു. ആദ്യം ഞങ്ങളെല്ലാം ഒന്ന് കറങ്ങിക്കണ്ടു എന്തൊക്കെയാണ് ഡിഷസ് ഉള്ളതെന്ന്. വെജിറ്റബിൾ ഗ്രിൽ, നോൺ വെജിറ്റബിൾ ഗ്രിൽ, ബിരിയാണികൾ, ഹരീസ്, പാനിപ്പൂരി, മസാലപ്പൂരി പോലെയുള്ള ചാറ്റ് ഐറ്റംസ്, സാലാഡുകൾ, ഡെസേർട്സ്, അങ്ങനെ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. മെയിൻ കോഴ്സായി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വിത്ത് സാലൻ, ബട്ടർ ചിക്കൻ, മട്ടൺ കുറുമ, ചിക്കൻ മജസ്റ്റിക് വിത്ത് ബോൺ, ഗ്രിൽഡ് ഫിഷ് വിത്ത് മാംഗോ, ചില്ലി സോസ്, ഇങ്ങനെ 10-15ഓളവും ഐറ്റംസും. പിന്നെ നോൺ വെജ് കോഴ്സായി വെജിറ്റബിൾ ബിരിയാണി, മേത്തി പലക്, പനീർ ടിക്ക തുടങ്ങി 10ഓളം ഡിഷസുമാണ് ഉള്ളത്. സ്റ്റാർട്ടേഴ്സായി വെജിറ്റബിളിൽ 12ഉം നോൺ വെജിൽ 6ഓളം സ്റ്റാർട്ടേഴ്സുമാണ് ഉള്ളത്. കൂടാതെ കിഡ്സ് സ്പെഷ്യൽ എന്ന സെക്ഷനിൽ പോപ്കോൺ, വെജ് പിസ്സ, നോൺ സ്പൈസി ബാർബിക്യൂ, ചോക്ലേറ്റ് ബോൾസ്, ഐസ് ഗോള, ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങി നിരവധി കിഡ്സ് സ്പെഷ്യൽ ഐറ്റംസും കാണാം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡൈനിങ് ടേബിളിൽ നമുക്ക് സ്വയം ഗ്രില്ല് ചെയ്ത് കഴിക്കാം എന്നതാണ്. അവർ കത്തുന്ന ചാർക്കോൽ നിറച്ച ഒരു ഗ്രിൽ മേശപ്പുറത്തുള്ള പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ, പ്രോൺസ്, ബീഫ്, ഫിഷ് അങ്ങനെ ഓരോന്ന് കൊണ്ടുവരും. അത് നമ്മൾക്ക് തന്നെ ഗ്രിൽ ചെയ്ത് കഴിക്കാം. മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മീഡിയം സ്പൈസി അല്ലെങ്കിൽ നല്ല സ്പൈസി ചൂസ് ചെയ്യാം. ഈ സമയത്ത് കഴിക്കാൻ സ്റ്റാർട്ടർ കൊണ്ടുവരും. സ്റ്റാർട്ടർ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ഗ്രിൽ ഐറ്റംസ് എല്ലാം അവിടെ ചാർക്കോളിൽ വെച്ച് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം. ആവശ്യപ്പെട്ടാൽ വീണ്ടും കൊണ്ടുവരും. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം. അതിൽ പ്രോൺസ് ടേസ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഇവരുടെ മറ്റൊരു ഇഷ്ടമുള്ള ഇനമാണ് പൈനാപ്പിൾ ഗ്രിൽ ചെയ്തത്. അത് മുഴുവനായും കൊണ്ടുവന്ന് ഓരോ സ്ലൈസ് ആക്കി തരും. അതുകൂടാതെ വെജിറ്റബിൾ ഗ്രില്ലിൽ സ്വീറ്റ് കോൺ, ബ്രോക്കോളി, കോളിഫ്ലവർ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അടുത്തുള്ള ടേബിളിൽ നിന്നും ബർത്ത്ഡേ സോങ് കേൾക്കുന്നത്. കുറച്ച് റെസ്റ്റോറന്റ് സ്റ്റാഫൊക്കെ ചുറ്റും കൂടി കൈകൊട്ടി ബർത്ത്ഡേ സോങ് ഒക്കെ പാടി വിഷ് ചെയ്യുന്നു. കോംപ്ലിമെന്റായി അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പേപ്പർ ഫ്രെയിമിൽ ചെയ്തു കൊടുക്കുന്നു. പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇതുകൂടാതെ ഈ കൗണ്ടറിൽ സേവ് പൂരി, ഭേൽപൂരി, മസാലപ്പൂരി തുടങ്ങി എല്ലാ ചാറ്റ്സും ലഭ്യമായിരുന്നു. തൽക്കാലം ഞാൻ പാനിപ്പൂരി മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. കാരണം വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. മട്ടൻ, ചിക്കൻ, ബീഫ് ബിരിയാണി, മന്തി തുടങ്ങി നിരവധി ഐറ്റംസ് വേറെയും ഉണ്ടായിരുന്നു. ഇവരുടെ വിഷ് ഗ്രിൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പ്രധാനമായും സീ ഫുഡാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷുകൾ മിക്സ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ വൈറ്റ് റൈസ്, നൂഡിൽസ് ഒക്കെ ചേർത്ത് ഒരു ഡിഷ് ലൈവായി ഉണ്ടാക്കി തരും. ഷമീലയാണ് ആദ്യം ഓർഡർ ചെയ്യുന്നത്. ക്രാബ്, സ്ക്വിഡ്, ഒക്ടോപ്പസ്, പിന്നെ റൈസ്, നൂഡിൽസ് ഇതൊക്കെയായിരുന്നു മിക്സ്. Rice done. Huh? Rice. Yeah. Rice mix ആയില്ല. Do you mix rice? Normally. These are good for me. This leaves little oil. Yeah, bus. Thank you. Ready with spicy? Medium. Medium. Just keep on that. Okay, thank you. ഷെഫ് എന്തൊക്കെയോ മസാലകളൊക്കെ ചേർത്ത് പണി തുടങ്ങി. നമുക്കൊരു ടോക്കൺ തരും. 5-10 മിനിറ്റ് കഴിഞ്ഞ് ടോക്കൺ കൊടുത്ത് ഐറ്റംസ് കളക്ട് ചെയ്യാവുന്നതാണ്. സ്വീറ്റ്സിന്റെ ഏരിയയിൽ ഏകദേശം എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. അസോർട്ടഡ് ജെല്ലി, കോക്കനട്ട് ബർഫി, അങ്കൂറി, ഗുലാബ് ജാമുൻ, മോട്ടി പാക്ക്, ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തുടങ്ങി 20ൽ ഏറെ ഐറ്റംസ് ആയിരുന്നു ഡെസേർട്ട് സെക്ഷനിൽ ഉണ്ടായിരുന്നത്. 4 വെറൈറ്റികളിൽ ഉള്ള കുൽഫിയും ഇവരുടെ ഫാസ്റ്റ് മൂവിംഗ് ഡെസേർട്സിൽ പെട്ടവയാണ്. സ്നോ ഐസ് ആയിരുന്നു ഫിൽസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഇനം. വായിലിട്ടാൽ ഉടനടി അലിഞ്ഞു പോകുന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. ഷുഗർ ഫ്രീ ഐസ്ക്രീം, കൽക്കട്ടയിലെ ഫേമസ് പാൻ ഐസ്ക്രീം, ഫ്രഷ് കുനാഫ, രസഗുള, ലൈവായി ഉണ്ടാക്കുന്ന ജിലേബി, അങ്ങനെ നിരവധി. ഇനി ഒരു കടുക് മണിക്ക് പോലും വയറിൽ സ്ഥലമില്ല. കഴിക്കാത്ത ഐറ്റംസ് ആണ് കഴിച്ചതിനേക്കാളും കൂടുതലുള്ളത്. പക്ഷേ അബ്സല്യൂട്ട് ബാർബിക്യൂവിന്റെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കഴിച്ചിരുന്നു.
ഇപ്പോൾ സമയം രാത്രി ഏതാണ്ട് 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഇഫ്താർ അബ്സലൂട്ട് ബാർബിക്യൂവുമായി അടിച്ചു പൊളിച്ചു. റമദാൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഷാർജയിലെ ഏറ്റവും വലിയ പള്ളിയും UAE-യിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പള്ളിയുമായ ഷാർജ ഗ്രാൻഡ് മോസ്കിലെ ഇഫ്താർ വിശേഷങ്ങളടക്കം നിരവധി വിശേഷങ്ങളുമായി ഇനി വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.